ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിൽ പുലർത്തി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുമാറാവട്ടെ. ഈ ലോകം വിട്ട് പിരിയുമ്പോ ഒരു മുഅ്മിനും മുത്തഖിയും മുഹ്സിനുമായി അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യവും പടച്ചവൻ നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, വിദ്യാഭ്യാസപരമായി പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കാറുണ്ട്. ഈ അറിവ് നേടുക, വിദ്യ നേടുക, അഭ്യസിക്കുക എന്ന് പറയുന്നത് ദീനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ആ വിഷയം കാണുന്നത്. കേരളീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ പറഞ്ഞയക്കണം എന്ന് നമ്മളോട് ആരോടും ഈ കാലഘട്ടത്തിൽ പറയേണ്ടതില്ലല്ലോ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമുണ്ട്, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ഇൽമ് തേടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫറളാണ്.
എന്താണ് ഫറള് എന്ന് പറഞ്ഞാല്? ളുഹർ നിസ്കരിക്കല് ഫറളാണ് അല്ലെ, അസ്ർ നിസ്കരിക്കല് ഫറളാണ്. ഈ ഫറളിനൊരു പ്രത്യേകത ഉള്ളത്, ഫറളിന് ഫിദിയ ഇല്ല. അതിന് ഫിദിയ കൊടുത്താൽ രക്ഷപ്പെടൂല. വാജിബുകൾക്കാണ് അല്ലെങ്കിൽ മറ്റുള്ള വിധികൾക്കൊക്കെയാണ് ഫിദിയ ഉള്ളത്. അപ്പോ ഫിദിയ ഇല്ലാത്ത വിധമുള്ള നമ്മളുടെ ഓരോരുത്തരുടെയും മേൽ ബാധ്യതയാക്കപ്പെട്ടതാണ് ഇൽമ് നേടുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനില് സെയ്ഫ്, വാള് എന്ന് പറയുന്ന ഒരു പദമില്ലല്ലോ. അങ്ങനെ ഒരു അറബിയിലുള്ള വാക്ക് ഖുർആനിലില്ല. വാള് എന്ന് പറയുന്ന വാക്കില്ല. അതേ സ്ഥാനത്ത് ഖുർആൻ തുടങ്ങുന്നത് തന്നെ ഖലം എന്ന വാക്ക് പറഞ്ഞുകൊണ്ട്, പേന എന്ന് പറയുന്ന ഒരു വാക്ക് പറഞ്ഞുകൊണ്ട്. 400-ൽ പരം ആയത്തുകള് ഇൽമുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിയല്ലേ, ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് പണമല്ല, മറിച്ച് വിദ്യാഭ്യാസമാണ്. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് എന്താ? അത് അവിടുത്തെ ഖനികളോ ആയുധമോ അതിന്റെ വിസ്തൃതിയോ അല്ല. അഭ്യസ്ത വിദ്യരായ അറിവുള്ള മനുഷ്യരാണ് ഒരു സമൂഹത്തിന്റെ യഥാർത്ഥമായ സമ്പത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാവൂലേ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രയാസത്തോടുകൂടി നിലനിൽക്കുന്ന സന്ദർഭമായിരുന്നു ബദർ യുദ്ധം നടക്കുന്ന വേള എന്ന് പറയുന്നത്. ആ ബദർ യുദ്ധത്തിൽ വിജയം കിട്ടിയിട്ട് 70-ൽ ചില്ലാനം ആളുകളെ ശത്രുപക്ഷത്ത് നിന്ന് ബന്ദികളാക്കി പിടിച്ചു. ആ ബന്ദികളിൽ 1000 മുതൽ 4000 വരെ ദിർഹം അവർക്ക് മോചനദ്രവ്യം നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ആളുകൾ, സമ്പന്നരായ ആളുകൾ മോചനദ്രവ്യം കൊടുത്തു രക്ഷപ്പെട്ടു. കുറെ ആളുകൾ അവരുടെ സാധുത്തരം കണ്ടുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ ഒന്നും വാങ്ങിക്കാതെ തന്നെ മോചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ചില ആളുകളോട്, അതിൽ എഴുത്തും വായനയും അറിയുന്ന സാക്ഷരതയുള്ള ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്താദ്യമായി, ഒരുപക്ഷെ ഇന്നേ വരെ അങ്ങനെ വേറൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, ഒരു നിബന്ധന വെച്ചു കൊടുക്കുക. മക്കക്കാരായ ആളുകള് അവർ കച്ചവടമാണ് അവരുടെ പ്രധാന തൊഴിൽ. മദീനക്കാരാവട്ടെ കർഷകരുമാണ്. കൃഷിക്കാരായ ആളുകൾക്ക് പൊതുവെ അവർക്ക് വിദ്യാഭ്യാസപരമായി അവരൊരു ഗ്രാമീണത ഉള്ളതാ, വിദ്യാഭ്യാസപരമായി പിന്നോട്ടാണെങ്കിൽ കച്ചവടക്കാരായ ഇവർക്ക് ലോകം ചുറ്റി പരിചയമുണ്ട്. മാത്രമല്ല വൈജ്ഞാനിക രംഗത്ത് വിദ്യാഭ്യാസ, എഴുത്തും വായനയും മേഖലയിൽ ഇവർ മുൻപിലാണ്. അതുകൊണ്ട് മദീനത്തെ 10 കുട്ടികളെ, ഒരാളെ 10 കുട്ടികളെ വെച്ചുകൊണ്ട് അറിവും എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക. അത് പൂർണ്ണമായോ ഇവർക്ക് പോകാം. നമ്മൾ ആലോചിക്കേണ്ടെന്നറിയാം, അറിവിന്റെ മൂല്യം ഹബീബായ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കണ്ടത് 4000 ദിർഹമിന് തുല്യമാണെന്നാണ്. 10 കുട്ടികളെ പഠിപ്പിക്കുന്നത്, അക്ഷരാഭ്യാസത്തെ കാണുന്നത് 4000 ദിർഹമിന്റെ ആ മൂല്യം. ആ കാലഘട്ടത്തിൽ ഒരു ദിർഹം എന്ന് പറഞ്ഞിട്ട് തന്നെ ഏറ്റവും ഒരു സ്വർണ്ണനാണയാണല്ലോ. അവിടെ ഖുർആനിന്റെ ചോദ്യം, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ, വിവരമുള്ളവരും വിവരമില്ലാത്തവരും സമമാവോ? ഇതിന്റെ അർത്ഥം തന്നെ ഇല്ലല്ലോ. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, അല്ലാഹുവിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നത്, ഉറ്റാലോചിക്കുന്നത് ആരാണ്? വിവരമുള്ളവരാണെന്നാണ്. പ്രിയരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനം, ഒരാള് ഇൽമു നേടാൻ എത്ര സമയം ചെലവഴിച്ചാലും അത് ദൂർത്തല്ല. എത്ര സമയം നമുക്ക് ചെലവഴിക്കാം. 2 ആളുടെ കാര്യത്തിൽ നമുക്ക് അസൂയ വെക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചേർത്ത് ചിന്തിച്ചാൽ മതി. നമുക്ക് അസൂയ പാടില്ല. പക്ഷെ 2 ആളുകളോട് നമുക്ക് അസൂയ വെക്കാം. ഒന്നാരാണ്? ഒരു സമ്പന്നനായ ഒരാള്. ആ സമ്പന്നനായ ആള് അയാളുടെ സമ്പത്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴിയിൽ ചെലവഴിക്കുന്നു. പക്ഷെ എനിക്കും അങ്ങനെ പണം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും കൊടുക്കാലോ എന്ന് വിചാരിക്കാം. ഇൽമ് നേടിയ ഒരാൾ, അങ്ങനെ ഒരു ഇൽമ് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എനിക്കും അങ്ങനെ ചെയ്യാലോ, അങ്ങനെ ഒരു മത്സരം നടത്തുന്നതിന് കുഴപ്പമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൽമ് നേടിയാൽ കിട്ടുന്ന ഒരു പ്രധാന ഗുണം എന്താ? ഒറ്റ വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരും. ഇങ്ങനെ ഇൽമിന്റെ വഴിയിൽ നമ്മൾ പ്രവേശിച്ചാൽ
ഒരു വേള മറ്റൊരു വചനം കൂടി പറഞ്ഞിട്ടുണ്ട്, ഇൽമ അന്വേഷിക്കുന്നവന്റെ മേൽ മലായികത്തീങ്ങൾ അവരുടെ തൃപ്തിയുടെ ലീലയുടെ ചിറകുകൾ നമ്മുടെ മേൽ വിരിച്ചു തരുന്നതാണ്. മാത്രമല്ല, പ്രവാചക ദൗത്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? അവരെ അറിവുള്ളവരാക്കുക എന്നാണ്, അല്ലേ? والذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم. എന്താ പറഞ്ഞറിയോ? അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു ഉമ്മിയായ ഒരാള്, ആ കൂട്ടത്തിൽ നിന്ന് ഒരു നബിയെ നിയോഗിച്ചിട്ട് അള്ളാഹുവിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊടുക്കുന്നു, അവരെ ശുദ്ധീകരിക്കുന്നു. ആ തസ്കിയത്ത് നടക്കുന്നതിന്റെ കൂടെ തന്നെ വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഹിക്മത്തിന്റെ അർത്ഥം ഞാൻ പിന്നീട് സമയം ഉണ്ടെങ്കിൽ പറഞ്ഞു തരുന്നുണ്ട്. കിതാബും ഹിക്മത്തും അവരെ പഠിപ്പിക്കുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലി ലഫി ളലാലിൻ മുബീൻ. അതേ സമാനതയുള്ള ഒരുപാട് ആയത്തുകൾ ഖുർആനിൽ കാണാം. പ്രിയരെ, നമ്മൾ ചില വസ്തുതകൾ അറിയണം. ഇസ്ലാം അറിവ് അന്വേഷിക്കലും പഠിക്കലും അതിന് നൽകിയ പ്രാധാന്യം വലുതാണ്. ഒരു വിശ്വാസി ഈ മനസ്സോടുകൂടി വിജ്ഞാനത്തെ കാണണം. അറിവ് നേടുക എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠമായ ഒരു സൽക്കർമ്മമായത് കൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും അത് നേടാൻ നമ്മൾ ശ്രമിക്കണം. സ്വാഭാവികമായിട്ട് ഞാൻ ഇങ്ങനെ പറയുമ്പോ പഠിക്കാൻ പ്രായമുണ്ടോ? നമുക്കൊക്കെ തോന്നുക അങ്ങനെയാണ്. ഞാൻ എന്റെയൊക്കെ പ്രായത്തിലായില്ലേ, ഞാൻ എങ്ങനെ പഠിക്കാന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിനൊരു മറുപടി കിട്ടിയിട്ട് വേണം നമുക്ക് എഴുന്നേൽക്കാൻ കേട്ടോ. അറിവുള്ളവനും അറിവില്ലാത്തവനും സമമായില്ല എന്ന് പറയുമ്പോ അത് ഏത് പ്രായത്തിലും നമുക്ക് പഠിച്ചെടുക്കാം. കാരണം എന്തറിയോ? ഇൽമുണ്ടെങ്കിലേ ഈമാൻ ഉണ്ടാവുള്ളൂ. നമ്മൾ ശരിക്കും അത് പഠിക്കണം. ഈമാൻ എന്നതിന്റെ നിർവചനം കൊടുത്തിടത്ത് എന്താ പറഞ്ഞെന്നറിയോ? അൽ ഇൽമു വൽ ഇഖ്റാറു വൽ അമലു ബിഹി വദ്ദഅവതു ഇലൈഹി. ഇങ്ങനെ അതിന്റെ ഒരു നിർവചനം കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ആദ്യം അറിയണം. അറിഞ്ഞിട്ട് ആ അറിവ് മനസ്സിൽ അൽ ഇഖ്റാറു ഉറപ്പിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? വൽ അമലു ബിഹി, ആ അറിവ് അനുസരിച്ച് പ്രവർത്തിക്കണം. വദ്ദഅവതു ഇലൈഹി, അതിലേക്ക് വിളിക്കണം. ഇപ്പൊ ദഅവത്ത് എന്ന് പറയുന്നത് എപ്പോഴാ അറിയാം? ആദ്യമല്ല, അതിന് അവസാന ഭാഗമാണ്. മാത്രമല്ല, ഇൽമു കൊണ്ട് നിങ്ങൾ ദാക്കിറുകളാകണം, ദിക്റുള്ളവരാകണം. നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത് ആരോടാണ്? അഹ്ലുദ്ദിക്റുകാരോടാണ്. ശരിക്കും അഹ്ലുദ്ദിക്ർ പറഞ്ഞാൽ ദിക്റുള്ളവർ, അള്ളാഹുവിനെ ഓർക്കുന്നവർന്നാണ്. ശരിക്കും ജ്ഞാനമുള്ളവർ എന്ന് ആർക്കാ പറയാ? അഹ്ലുൽ ഇൽമ് എന്നാണ്. അഹ്ലുൽ ഇൽമിനോടല്ല ചോദിക്കേണ്ടത്, അഹ്ലുൽ ദിക്റിനോടാണ് ചോദിക്കേണ്ടത്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഈ വാക്യത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ വാക്കെന്തറിയാമോ? ഇൽമും അമലും ചേർന്ന് നിൽക്കുന്നതിനാണ് ദാക്കിർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇൽമും അമലും ഉള്ളവനാണ് ദിക്ർ ഉണ്ടാവുക. ദിക്ർ ഉള്ളവനെന്ന് വെച്ചാൽ ഇൽമ് അവന്റെ ജീവിതത്തിൽ ഉണ്ടാവും. അങ്ങനെ പറയുമ്പോ ഇൽമ് കൂടുന്തോറും അമല് കൂടും. നിങ്ങളിന്റെ കൂടെ വരണം കേട്ടോ. ഇൽമ് കൂടുന്തോറും അമല് കൂടും, അമല് കൂടുന്തോറും ഇൽമ് കൂടും. ഇൽമ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കി, അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ ഇൽമ് കൂടുകയാണ് ചെയ്യുക. ഇവിടെ ഇൽമ് അമലുമായിട്ടാണ് ബന്ധം. ഇൽമ് കൂടുന്തോറും നമ്മുടെ അമല് കൂടണം, നമ്മുടെ അമല് കൂടുന്തോറും നമ്മുടെ ഇൽമും കൂടണം. അങ്ങനെ വരുമ്പോ ഖുർആൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കൽപ്പനയുണ്ട്. കുറച്ചുകൂടി എനിക്ക് പണം കൊണ്ടാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എവിടെയും ഖുർആൻ പറഞ്ഞില്ലല്ലോ. പണങ്ങൾ അധ്വാനിക്കുക, അത് നിങ്ങളുടെ ജീവിതത്തിനനുസരിച്ചൊക്കെ വന്നോളും. പക്ഷെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമുണ്ട്. ഖുൽ റബ്ബി സിദ്നി ഇൽമാ. അല്ലാഹുവേ, എനിക്ക് ഇൽമിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് اللهم انفعني بما علمتني وعلمني ما ينفعني وارزقني علما ينفعني. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഉപകാരമുള്ള അറിവ് എനിക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട്. അങ്ങനെ സമാനതയുള്ള ഒരുപാട് പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ എന്ന് തുടങ്ങുന്ന ഒരുപാട് പ്രാർത്ഥന ഉണ്ട്. ഞാൻ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൽമില്ല എന്നത് ഒറ്റ പ്രാവശ്യമേ അജ്ഞതയ്ക്ക് ന്യായമാവുള്ളൂ. രണ്ടാമത് എന്താണെയോ? ന്യായമല്ല, അങ്ങനെ വരാൻ പാടില്ല. മറിച്ച് രണ്ടാമത് എനിക്ക് അറിയില്ല എന്ന് പറയരുത്, അത് പഠിക്കണം എന്നുള്ളതാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, എന്താണ് അറിവ്?
പുസ്തകങ്ങളിലെ വിവരങ്ങളും സമവാക്യങ്ങളും കാണാതെ പഠിച്ച് ഉയർന്ന മാർക്കോടെ പരീക്ഷ പാസ്സാകുന്നതിനാണോ നമ്മൾ അറിവ് എന്ന് പറയുക? അറബിയില് അറിവിന് ഇൽമ് എന്ന് പറയും. ഒരു കാര്യത്തെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ തിരിച്ചറിയുകയും ഗ്രഹിക്കുകയും ചെയ്യുക എന്നതിനാണ് ഇൽമ് എന്ന ആ വാക്ക് ഉപയോഗിക്കുക. എന്നുവെച്ചാല് തലച്ചോറിലേക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ കുത്തി നിറച്ച് ഒരു വലിയൊരു സംഗതിനെ അല്ല ഇൽമ് എന്ന് പറയാ, ആലിം എന്ന് പറയാ. മറിച്ച് മനുഷ്യന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും സ്വഭാവത്തെ രൂപീകരിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഇന്ന് ലോകത്ത് വിവരങ്ങൾക്ക് യാതൊരുവിധ പഞ്ഞുമില്ല. നമ്മുടെ ഗൂഗിളിലോ ഇന്റർനെറ്റിലോ ഒന്ന് തെരഞ്ഞാൽ ലോകത്തുള്ള ഏത് വിവരവും നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടും. എന്നാൽ വിവേകം എന്ന് പറയുന്ന ഒരു സാധനം ഇന്റർനെറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പഠനത്തിൽ നമ്മുടെ സെന്റർ മെനു എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമ്മൾ ആലോചിക്കേണ്ടത്. നിങ്ങൾ ഇതിന്റെ എല്ലാ നാനാ തലങ്ങളിലേക്ക് നിങ്ങൾ പോകണം. നമുക്ക് ഈ 10 മിനിറ്റ് കൊണ്ടല്ല, ഞാനൊരു സൂചന തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അറിയേണ്ടതിൽ വെച്ച് ഏറ്റവും പ്രധാനം നമ്മൾ എന്തറിയണം? ഞാൻ കുറെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. ഖുർആൻ അറിയണം. അറിവിന്റെ അടിസ്ഥാനം ഇസ്ലാമിന്റെ അടിത്തറയിൽ ഏതാണെന്ന് നമ്മളും നമ്മുടെ മക്കളും അറിഞ്ഞേ പറ്റൂ. അതിന് ആഴത്തിൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഖുർആനിന്റെ ആദ്യത്തെ വചനം നോക്കിയേ, ആ ആയത്തിങ്ങനെ 5 ആയത്തിങ്ങനെ മനസ്സിലോതി നോക്കി. ഇഖ്റഉ പിന്നെ അല്ലദീ ഖലഖൽ ഇഖ്റഉ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇഖ്റഉ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഈ അലഖ് എന്നൊരു വാക്ക് തന്നെ പഠിച്ചിട്ട് എത്രയേ മുസ്ലിമീങ്ങളല്ലാത്ത ആൾക്കാരുണ്ടാ എത്രയേ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. നമ്മക്ക് ശരിക്കും സത്യത്തിൽ അത് അറിയില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജില് വളരെ പ്രശസ്തനായ ഒരു ബിഷപ്പുരൻ ഗൈനക്കായ ഒരാള് ഈ പദം കേട്ടിട്ട്, സാറ് ശരിക്കും ഇത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾക്ക് ആ 1500 കൊല്ലം മുമ്പ് പറയാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇസ്ലാമിന്റെ വഴികളിലേക്ക് ഇങ്ങനെ പഠന വഴികളിലേക്ക് വരുന്നത്. ഞാനത് പറയാനുള്ളത് പറഞ്ഞത്, നാം ഇന്ന് വായിക്കുന്നതിന് ഇത് വായിക്കുമ്പോൾ ഒരു സമകാലിക വായന കൂടി നമുക്കുണ്ടാകും. നമ്മുടെ മുമ്പിൽ ഞാനും നമ്മുടെ മക്കളുമാണ്, നമ്മളും നമ്മുടെ മക്കളുമാണ്. തികച്ചും ഒരു സങ്കീർണമായ ചുറ്റുപാടുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ സൂചനകൾ മാത്രമേ പറയുന്നുള്ളൂ. ജീർണത വർദ്ധിക്കുകയാണ്. ഒരു വിദ്യാലയം എന്നാൽ ഒരു കാരാഗ്രഹം അടക്കപ്പെടണമെന്നതാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മുതൽ മുടക്കുകൾ നടക്കുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ നേതാക്കന്മാര് സ്വപ്നം കണ്ടത്. പക്ഷേ കാരാഗ്രഹങ്ങളിൽ ഇന്ന് എത്തിപ്പെടുന്നവര് ആരെന്ന് ആലോചിക്കുമ്പോ വിദ്യാഭ്യാസം കൂടുതൽ ഉള്ളവരാണ് എന്നത് കാണുമ്പോഴാണ് വിദ്യാഭ്യാസ മേഖലക്ക് ബാധിച്ചിട്ടുള്ള ധാർമ്മിക ച്യുതി എന്നത് നമ്മുടെ ചിന്തയിൽ വരേണ്ടത്. നമ്മുടെ മക്കളെ വിദ്യാഭ്യാസ രീതികളും പ്രവർത്തനങ്ങളും ഒക്കെ മാറിയിട്ടുണ്ട്. പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു 10, 20, 25 കൊല്ലം മുമ്പുള്ള പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാരും ഒന്നെ. നിങ്ങളും പ്രീ ഡിഗ്രിക്കാണെങ്കിൽ ഞാനും പ്രീ ഡിഗ്രിക്കാൻ വേറിട്ടൊരു ചിന്തയൊന്നുമില്ലല്ലോ. പക്ഷെ ഇന്ന് അങ്ങനെ അല്ലല്ലോ. അൽഹംദുലില്ലാ, ഇന്ന് താഴെ തട്ടിൽ തന്നെ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് മക്കൾ ഇങ്ങനെ കൃത്യമായ വഴികളിലൂടെ പഠിച്ചുയരുന്നുമുണ്ട്. അൽഹംദുലില്ലാ, ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണത്. അതേസമയം ക്യാമ്പസുകളിൽ, വിദ്യാലയങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികൾ കാത്തിരിക്കുന്നുണ്ട്, അപകടങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ലഹരി ഒരു വശത്തുണ്ട്, ഞാനത് ബയാൻ ചെയ്യൂല കേട്ടോ. ലിബറലിസം, അതേപോലെ തന്നെ യുക്തിവാദം, അരാജകത്വം എല്ലാ നിലയിലുമുണ്ട്. നിയന്ത്രണങ്ങളില്ലാത്ത ആൺപെൺ ഇടപെടലുകൾ ഇന്ന് വ്യാപകമാണ്. ഈ ഒരു സാമൂഹിക അന്തരീക്ഷം രൂപപ്പെട്ട് കഴിഞ്ഞു, വരണമല്ല, രൂപപ്പെട്ട് കഴിഞ്ഞു. ഇതിൽ അതിന്റെ മറ്റൊരു തലം കൂടി നമ്മൾ പരിശോധിച്ചു നോക്കിയാല് സിലബസുകളിൽ വരെ അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. അന്ധവിശ്വാസങ്ങൾക്ക് വല്ലാത്ത പരിഷ്കാരങ്ങൾ സിദ്ധിക്കുകയാണ്.
ഐതിഹ്യങ്ങൾ ശാസ്ത്രങ്ങളായി രൂപാന്തരപ്പെടുകയാണ്, വിശേഷിപ്പിക്കപ്പെടുകയാണ്. ചരിത്രങ്ങളെ അട്ടിമറിപ്പിക്കപ്പെടുകയാണ്. നിങ്ങൾ അതിന്റെ എല്ലാ വഴികളിലൂടെ നിങ്ങൾ ഇങ്ങനെ പോവുക. മതേതര വിവാഹങ്ങൾ, പ്രണയങ്ങൾ, ആത്മഹത്യകൾ, സോഷ്യൽ മീഡിയയിലെ ദുരുപയോഗങ്ങൾ. അല്ല സഹോദരങ്ങൾ, ഇത് മാത്രല്ല, പരീക്ഷകളെപ്പോലും പരീക്ഷ എഴുതാനും ആൾമാറാട്ടങ്ങൾ നടത്താനും ക്വസ്റ്റ്യൻ പേപ്പറുകൾ വേണ്ടപ്പെട്ടിടത്തേക്ക് എത്തിക്കാനും ഒക്കെയുള്ള പ്രത്യേകം അട്ടിമറികൾക്ക് പരിശീലനം കിട്ടിയ ആളുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കാലം. സമകാലിക ലോകത്ത് നിങ്ങൾ വായിച്ചെടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എവിടെ നിന്ന് തുടങ്ങണപ്പോ പല അസത്യങ്ങളും സത്യങ്ങൾക്ക് സത്യവൽക്കരിച്ച് അവിടെ മാന്യത കൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആ പദത്തിന്റെ അർത്ഥം വല്ലാത്ത ഒരു മികവല്ലേ. ഓതാൻ പോയിട്ട് ഉള്ള ബുദ്ധിയും പോയി എന്നൊരു ചൊല്ല് നാട്ടിലുണ്ട്. ഇന്ന് അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു കാലമാണ്. പുറം നാടുകളിൽ പലയിടങ്ങളിൽ നിന്നും പഠിച്ചു വന്ന് തിരിച്ചെത്തുന്നത് ഒരു പക്ഷേ പല രൂപങ്ങളിലാണ്, പല യുക്തിവാദ ചിന്തകളുമായിട്ടാണ് വരുന്നത്. ഇതാര് വരുന്നു എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം കുട്ടികളെ വളരെ കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ. ആ പരിഹാരം എന്താണെന്നറിയോ? അടിസ്ഥാനപരമായ ഇസ്ലാമിക മൂല്യങ്ങൾ നമ്മളിലും നമ്മുടെ മക്കളിലും രൂപപ്പെട്ടു വരണം. അതിനാണ് വിവേകം കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് വിവേകവും അത് ഹിക്മത്തും ഹിൽമും അദബും ഉണ്ടാവണമെങ്കിൽ പരിഹാരം എന്താ? ഒരെണ്ണം മാത്രം. അത് കൂടുതൽ പറയാൻ സമയമില്ല. അത് അടിസ്ഥാനപരമായി ഇസ്ലാമിക മൂല്യങ്ങൾ നമ്മുടെ മക്കളുടെ മനസ്സിലുണ്ടാവണം. എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു വിഷയം, നമ്മുടെ മക്കൾ ലോകം കണ്ടു തുടങ്ങുന്നത്, പരിചയപ്പെട്ടു തുടങ്ങുന്നത് അവരുടെ കൗമാര ആ കാലഘട്ടത്തിലാണ്. അപ്പോഴേക്ക് നമ്മുടെ മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുണ്ടാവും. 5ാം ക്ലാസ്സിലെ മദ്രസ, ഏറിപ്പോയ 7ാം ക്ലാസ്സിലെ മദ്രസ അതോടുകൂടി കഴിഞ്ഞു. 7ാം ക്ലാസ്സിലെ മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുന്നത് ഏറിപ്പോയാൽ 8ാം ക്ലാസ്സിലായിരിക്കും സ്കൂളിലുണ്ടാവുക. 8ാം ക്ലാസ്സിലെ സ്കൂളിൽ എത്തുന്നതോടുകൂടെ നമ്മൾ തന്നെ നിർബന്ധിച്ചുകൊണ്ട് ആ മക്കളുടെ വിദ്യാഭ്യാസത്തെ നിർത്തിച്ചിട്ടുണ്ട്. കാരണം ഹൈസ്കൂൾ സെക്കൻഡറി തലത്തിലാണ് എന്റെ കുട്ടി പഠിക്കുന്നത്. അതുകൊണ്ട് അവനെ ഇനി വേറൊന്നും വേണ്ട, ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ അവിടുന്ന് കൊണ്ടുവന്നു. പിന്നെ വളരെ യുക്തിവാദപരമായ ചോദ്യങ്ങളും സംശയങ്ങളും വളരെ നെഗറ്റീവായ അറിവുകളും ഈ മക്കളുടെ മനസ്സുകളിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ ഒരു മോറൽ ക്ലാസ്സുകളിൽ പോലും പങ്കെടുക്കാൻ നമ്മുടെ മക്കൾക്ക് അവസരമില്ല. പ്രിയപ്പെട്ടവരെ, ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്താ? ഒരു ടീനേജിലുള്ള ഒരു കുട്ടിനെ എല്ലാ വസ്തുക്കൾക്കും നമസ്കാരത്തിന് നിർബന്ധിക്കണ്ടേ? ലോഹറിന് 38 പ്രാവശ്യം വിളിക്കണം. ആ വിളിച്ച അതേ കുട്ടിനെ അതിന്റെ ഇരട്ടി വിളിക്കണം. അസറിന് പോരണമെന്നുണ്ടെങ്കിൽ, സുബൈക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുബൈ കൂടി മുടങ്ങിപ്പോണമായിരിക്കും വിളിച്ചാലുണ്ടാവുക. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അവിടെയാണ് ആലിം എന്ന് പറയുന്നത്. ഖുർആൻ പറഞ്ഞു തന്നെ ആ വാക്യങ്ങളെ മുൻനിർത്തിയിട്ട് നമുക്കൊരു അവബോധം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. അത് ചെറുപ്പത്തിൽ തന്നെ കൊടുത്താൽ അവൻ എവിടെ പോയിക്കോട്ടെ, എവിടെ പോയാലും എന്ത് പഠിച്ചാലും ഈ ബോധ്യം മനസ്സിലുണ്ടെങ്കിൽ അത് കിട്ടും. അതുകൊണ്ടല്ലേ ആലിം എന്ന് ഖുർആൻ പറഞ്ഞത് ആരാ? സൂറത്ത് ഫാത്തിറിലെ 27-28 ആയത്ത് സഹോദരങ്ങൾ എടുക്കണം. നിങ്ങളുടെ കൂടെ വരൂ. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ്നാ ബിഹി സമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹാ വമിനൽ ജിബാലി ജുദദുൻ ബീളുൻ വഹംറുൻ മുഖ്തലിഫൻ അൽവാനുഹാ വഗറാബീബു സൂദ്. എന്തൊക്കെ വന്നറിയാം? മാനത്ത് നിന്ന് വെള്ളമിറക്കി തരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? മഴ വർഷിക്കുന്നത് കാണുന്നില്ലേ? അതിലൂടെ വ്യത്യസ്തങ്ങളായ നിറങ്ങളിലുള്ള പഴവർഗ്ഗങ്ങൾ വരുന്നു. നിങ്ങൾ പർവ്വതങ്ങളെ പരിശോധിച്ചു നോക്കൂ. ശരിക്കും പർവ്വതങ്ങളുടെ പഠനത്തിന് പറയുന്ന പേരെന്താണ്? ഓറോളജി. ഈ ആയത്ത് മുഴുവൻ പറയാൻ സമയമില്ല.
ഈ ഫാത്തിറിലെ 27, 28 ആയത്തുകളിൽ 15ഓളം ശാസ്ത്രശാഖകൾ പറയുന്നുണ്ട്. ജിയോളജി ഉണ്ട്, മീറ്റിയോളജി ഉണ്ട്, മിനറോളജി ഉണ്ട്, ജിയോഗ്രഫി, ബോട്ടണി, സുവോളജി, ജനറ്റിക്സ്, അങ്ങനെ തുടങ്ങിയിട്ട് 15ഓളം ശാസ്ത്രശാഖകൾ 2 ആയത്തുകളിൽ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പഠിച്ചുകൊണ്ട്. ഇതെല്ലാം പഠിക്കുമ്പോ നമുക്ക് കിട്ടേണ്ടുന്ന ഒരു തിരിച്ചറിവ് എന്തെന്നറിയാമോ? റബ്ബിനെയാണ്. അതാണ് പടച്ചോൻ അങ്ങനെ പറയണത്. ഏതുപോലെ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ജന്തുജാലങ്ങളിലുണ്ട്, നാൽക്കാലികളിലുണ്ട്, മണ്ണിനെ, പഴങ്ങൾക്ക്, ഈ ലോകത്തിനൊക്കെ സൗന്ദര്യം തരുന്നത് എന്താണ്? നിറങ്ങളാണ്. നിറമില്ലാത്തൊരു സംഭവമല്ലേ? പടച്ചോൻ പറയാണ് ഇതിലെല്ലാം വളരെ പ്രാധാന്യപൂർവ്വം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് പറയാണ്, നിശ്ചയമായും അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ഉലമാക്കളാണ്. ഈ ആയത്ത് പറഞ്ഞിട്ട് ഈ ആലിമാരാ? നമ്മളെ ധാരണയിൽ കിതാബ് ഇങ്ങനെ ഓതി മുന്നിൽ ഇങ്ങനെ വെച്ച് പഠിച്ച അറബിയുടെ ഏതെങ്കിലും ഗ്രന്ഥം വായിച്ചാലാണ് അവനെയാണ് ആലിം എന്നാണ് നമ്മൾ പറയാ. അത് ആലിം തന്നെയാണ്, അല്ലാന്നല്ല. പക്ഷെ അള്ളാഹുവിനെ കൃത്യമായി ഭയപ്പെടുന്ന ആലിമാരാണ്. ഇങ്ങനെ പഠിച്ചു വരികയാണ്. ഈ ആയത്തുകൾ പറയുന്ന ഓരോ സംഗതികളും നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. അതിങ്ങനെ വായിക്കുമ്പോ നമുക്ക് സത്യത്തിൽ അള്ളാഹുവിനെ ശരിക്കും ഇങ്ങനെ ബോധ്യപ്പെട്ടു വരൂലേ? അതുകൊണ്ട് പഠനം പരലോകത്തിനാണ്, പഠനം ആഖിറത്തിനാണ്. ദുനിയാവിലുള്ള ഓരോ പഠനങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ഇവിടെ വലിയ ശാസ്ത്രജ്ഞരായി മാറിയിരിക്കുന്ന ആളുകളിൽ നമുക്ക് കാണാം. ഞാൻ എല്ലാ പേരും പറയാൻ നമുക്ക് സമയമില്ല. ഒരുപാട് സംഗതികൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഒരു കാലഘട്ടത്തിൽ എല്ലാ വൈജ്ഞാനിക മേഖലകളിലും മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കൈ കൊണ്ട് തഫ്സീർ എഴുതിയ മഹാന്മാര്, മറു കൈ കൊണ്ട് വൈദ്യശാസ്ത്ര രംഗത്തുള്ള കിതാബുകൾ എഴുതിയ ആളുകൾ. ഒരേ സമയത്തും അവർ പള്ളിയിലുണ്ട്, ഒരേ സമയത്ത് അവർ പുറത്തുണ്ട്. നോക്കിയേ, അൽ ജാമിഅ എന്ന അറബിയിൽ പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്കാണ് അറബി അൽ ജാമിഅ എന്ന് പറയും, അല്ലെ? അതേ പേര് തന്നെയാണ് പള്ളിക്കുള്ളത്. അൽ ജാമിഅ എന്നാണ് പറയാ. ജുമാ മസ്ജിദ് കേട്ടില്ലേ? അൽ ജാമി, ജുമുഅ എന്ന് പറയുന്ന ഒരു വാക്കാണ്. ആളുകൾ കൂടുന്നിടന്നാണ് അൽ ജാമി. എങ്ങനെയാണ് പള്ളിയുടെ പേര് തന്നെ യൂണിവേഴ്സിറ്റിക്ക് അറബിയിൽ ഉണ്ടായത്? അറബി എന്ന് പറയുന്ന നിസ്കാരം അത് വേറൊരു സമയത്ത് നമുക്ക് പറയേണ്ടതാണ്. ഇന്ന് സെമിറ്റിക് ഭാഷകളിൽ ഏറ്റവും വളർച്ചയുള്ള, വികാസമുള്ള, എല്ലാ സാധ്യതകളുമുള്ള അതിവിശാലമായ ഭാഷയാണ് അറബി എന്ന് പറയുന്നത്. മറ്റുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് പഠിക്കാം. ഞാൻ പറഞ്ഞത് ഇതാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതവും അറിവും തമ്മിൽ ബന്ധമില്ലാതെ പോകരുത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളികളില് ഇമാമ് നിൽക്കണമെന്നുണ്ടെങ്കിൽ പുറത്ത് നിൽക്കണ ബംഗാളികളും കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പള്ളി പൂട്ടേണ്ടി വന്നേനെ, അല്ലെ? നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാര് അവര് ദീന് പഠിക്കാനും അറബി പഠിക്കാനും അതിന്റെ കൂടെ തന്നെ ഗവൺമെന്റ് തലങ്ങളിൽ, ഭൗതിക തലങ്ങളിൽ, വിദേശങ്ങളിൽ സാധ്യതകളുള്ള ഒരുപാട് ജോലി സാധ്യതകളുള്ള ഭാഷാ പഠനങ്ങൾക്ക് വേണ്ടിയാണ് കോളേജുകൾ ഉണ്ടാക്കിയത്. ഒരു കാലഘട്ടത്തിൽ അറബി കോളേജുകൾ ഉണ്ടാക്കുമ്പോ പള്ളിയിൽ ഇമാം നിന്ന ഒരാൾ മറ്റൊരാളുടെ മുമ്പിൽ ഇങ്ങനെ അസ്വസ്ഥതപ്പെട്ട് നിൽക്കുന്നത് കണ്ടപ്പോ ഈ ആളുകൾക്ക് പൊതുസമൂഹത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവര് പുറമെ അവര് ജോലി ചെയ്യുന്നവരാകണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ നിർമ്മിച്ച ഒരുപാട് കോളേജുകൾ, അങ്ങനെയാണ് ഈ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത്. ഇന്ന് ആ സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് പോകാനും മക്കളില്ല. ഇരിക്കട്ടെ, എവിടെ നമ്മുടെ മക്കൾ പഠിക്കട്ടെ. പഠിക്കുന്നതിന്റെ കൂടെ ദീന് കൂടി നമ്മൾ കയ്യിൽ കൊടുത്താൽ നമ്മൾക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. ഞാനൊരു വളരെ ചെറുപ്പം മുതൽ എന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരു അനുഭവങ്ങൾ ആലോചിക്കാറുണ്ട്. പണ്ടൊക്കെ വളരെ ആവേശത്തിലാണ് വാപ്പാരെന്താ അങ്ങനെ ഇതിലെ എന്നൊക്കെ ഒരു കാലഘട്ടത്തിൽ ചോദിച്ചിരുന്നു. പക്ഷേ മക്കള് വലുതായി, പേരമക്കളൊക്കെ നല്ല ഉണ്ടായപ്പോ
പണ്ടുള്ള അത്ര ആവേശത്തിൽ ചോദിക്കാൻ കഴിയണില്ല. കാരണം നമ്മളും വേർക്കുന്ന ചില ഘട്ടങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ വരുന്നുണ്ട്. നമുക്ക് സമാധാനിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ സഹോദരങ്ങളെ. മൂല്യവത്തായ ധാർമ്മിക ബോധമുള്ള, ജീവിത വിശുദ്ധിയുള്ള, സദാചാര ബോധമുള്ള, അന്യരെ ബഹുമാനിക്കണമെന്നും മാതാപിതാക്കളെ സ്നേഹിക്കണമെന്നും ഗുരുവര്യന്മാരെ ആദരിക്കണമെന്നും അയൽവക്കക്കാർക്ക് സേവനം നൽകണമെന്നും പാവപ്പെട്ടവനോട് കനിവ് കാട്ടണമെന്നും കൊച്ചുമക്കളോട് അങ്ങേയറ്റത്തെ ഇഷ്ടവും റഹ്മത്തും ഉണ്ടാകണമെന്നും ഒക്കെയുള്ള ഒരു ആത്മീയമായ ജ്ഞാനമുണ്ടല്ലോ. ആ ജ്ഞാനം കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ വഴികളിലൂടെ ഇറങ്ങിവിടുമ്പോ അവർക്കാണ് വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക. അതല്ലെങ്കിൽ ഇന്ന് നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒട്ടനവധി അസ്വസ്ഥതകൾ നമ്മളും അനുഭവിക്കേണ്ടി വരും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് അല്ലാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ നേരത് മനസ്സിലാക്കാൻ നിർത്തുകയാണ്. അല്ലാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അവനക്ക് മത വിജ്ഞാനങ്ങളിൽ അവഗാഹം നൽകുന്നതാണ്. നമ്മൾ വിചാരിച്ചാലൊക്കെ കരസ്ഥമാക്കാനുള്ളതാണത്. വളരെ സിമ്പിളാണ്. ഒരു ആഴ്ചയിൽ ഒരു മണിക്കൂറെങ്കിലും അള്ളാന്റെ ദീനിന് വേണ്ടി നമ്മൾ ഒന്നിങ്ങനെ ഒഴിഞ്ഞു കൊടുത്താൽ ഇൽമു വർദ്ധിക്കും തോറും നമുക്ക് തസ്കിയത്ത് കൂടും. അതുകൊണ്ട് സഹോദരങ്ങളെ, പഠനങ്ങൾ തുടരണം. നമ്മളെ നോക്കിയാണ് നമ്മുടെ മക്കൾ കൂടി വളരുന്നത് എന്നുള്ള ബോധ്യം വേണം. മക്കളുടെ മനസ്സിലും ഈ ചിന്തകൾ ഉണ്ടാവണം. ശ്രമിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക, ഇൽമിനെ അമലുമായി ബന്ധിപ്പിക്കുക. അങ്ങനെ ദിക്റുള്ളവരാവുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവണം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ജൂൺ 5 ഇന്ന് പരിസ്ഥിതി ദിനം കൂടിയാണ്. സത്യത്തില് എന്താണ് ഈ പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നത്? എന്തൊക്കെയാ? മണ്ണ്, വായു, വെള്ളം, സസ്യങ്ങൾ, ജീവജാലങ്ങൾ, ഇവയെല്ലാം സംരക്ഷിക്കുക എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒറ്റ മിനിറ്റിൽ ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. അത് അമാനത്തായി അള്ളാഹു നമ്മുടെ മേൽ ഏൽപ്പിച്ചു തന്നതാണ്. നമ്മൾ ഈ ഭൂമിയുടെ കാവൽക്കാരൻ. നമ്മളെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ഖലീഫ എന്ന നിലയിലാണ്. സത്യത്തില് ഈ ഖലീഫ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ബാധ്യതയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് ആ പദത്തിന്റെ സത്യത്തിൽ ഒരു അർത്ഥമുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും അടുത്ത തലമുറയെ കൂടെ നമ്മൾ പരിഗണിക്കണം. മൂന്നാമത്തത്, പ്രകൃതി വിഭവങ്ങൾ നശിപ്പിക്കേണ്ടവരല്ല നമ്മൾ. മുസ്ലിമീങ്ങൾ ഒരിക്കലും ഫസാദ് ചെയ്യുന്നവരാകരുത് എന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. കൊണ്ട് നശിപ്പിക്കലല്ല, വളർത്തലാണ് ഉണ്ടാവേണ്ടത്. മാത്രമല്ല, ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ എന്ത് വിഭവങ്ങൾ ഉപയോഗിക്കുന്നിടത്തും ഉമ്മത്തൻ വസത്തൻ, ഒരു മിതത്വം പാലിക്കുന്ന വിഭാഗങ്ങളാവണം. ദുർവ്യയം ഒരു വിഷയത്തിലും ഉണ്ടാവാൻ പാടില്ല. അടിസ്ഥാനപരമായി നമ്മൾ അറിയേണ്ടത് ഇതെല്ലാം ഒരുക്കിയത് പടച്ചറപ്പാണ്. അവന് മാത്രം ഇബാദത്തുകൾ ചെയ്യുക. മാത്രമല്ല, നമ്മൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ ഒരുപാട് മാറ്റങ്ങൾ ഈ ലോകത്തുണ്ട്. ഈ കെമിക്കൽ രംഗത്ത് ഒരുപാട് നശീകരണമായ ഒരവസ്ഥ. അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു വരുന്ന സമയമല്ല. നമ്മളുടെ ഭക്ഷണം വൃത്തിയുള്ളതാവണം. നമ്മളും കുറച്ചൊക്കെ ശ്രമിക്കണം. അങ്ങനെ മരുഭൂമിയിൽ വസിച്ച പ്രവാചകനാണ് നിങ്ങൾ പച്ച വേണം, തൈ നടണം എന്ന് പറഞ്ഞത്, മരം വെച്ച് പിടിപ്പിക്കണം എന്ന് പറഞ്ഞത്. കാരണം അതില്ലെങ്കിൽ വരുന്ന ചെറിയ പ്രശ്നങ്ങളുണ്ട്. 33% ആ തണൽ മരങ്ങളും ഇല്ലെങ്കിൽ ഈ ഭൂമിക്ക് വരുന്ന ഒരുപാട് വ്യതിയാനങ്ങളുണ്ട്. ഈ പറഞ്ഞത്
മരങ്ങളില്ലാത്ത ലോകത്ത് ജീവിച്ച ആളാണെന്ന് കൂടി ഓർക്കുക. അതുകൊണ്ട് ബാധ്യതകളെ തിരിച്ചറിയുക, അള്ളാഹുവോട് എപ്പോഴും പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ വാസിഅൻ വശിഫാഅൻ മിൻ കുല്ലി ദാഇൻ. അങ്ങനൊരു വാക്കുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ വാസിഅൻ വശിഫാഅൻ മിൻ കുല്ലി ദാഇൻ. ഹറമിൽ വെച്ചിട്ട് ചെല്ലേണ്ട ദുആയിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. മറ്റൊരു ഭാഗത്ത് കാണാം അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. എല്ലായിടത്തും ഉപകാരമുള്ള അറിവുണ്ട്. അതുകൊണ്ട് ബാധ്യതകൾ അറിഞ്ഞ് നമ്മൾ പ്രതികരിക്കണം, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക, എന്നിട്ട് പടച്ചടപ്പിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക, പ്രാർത്ഥനയോടുകൂടി നീങ്ങുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും നിന്നെ ഉൾക്കൊണ്ടുകൊണ്ട്, നിന്നെ പഠിച്ച്, നിന്നെ പുൽകി ജീവിക്കാനുള്ള തൗഫീക്ക് തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മാനുഷികമായി വരുന്ന എല്ലാ ദുർബലതകളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിച്ച് ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങളിൽ നിന്ന് പുറത്തു തന്ന് മായ്ച്ചു കളഞ്ഞ് ഞങ്ങളെ നീ തൃപ്തിപ്പെടണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഞങ്ങളുടെ ഒരുപാട് സഹോദരങ്ങൾ ഇന്ന് വരെ ഒരു മരണ വാർത്ത ഞങ്ങൾ കേട്ടു നിൽക്കുന്നു. എല്ലാവരുടെയും അർഹമായ അവർക്കൊക്കെ പ്രതിഫലം നൽകി അവരുടെ വീഴ്ചകൾ പുറത്ത് നീ അവരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഞങ്ങള് റബ്ബേ, സഹിക്കാൻ കഴിയാവുന്നതിലപ്പുറമുള്ള പരീക്ഷണങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ നിലക്കുള്ള രോഗങ്ങളിൽ നിന്നും ശിഫ നൽകി ആഫിയത്തുള്ള ജീവിതം തന്ന് തുണക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാതരം മുസീബത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. ഈ ലോകം വിട്ട് പിരിയുമ്പോ സന്തോഷത്തോടുകൂടെ ഞങ്ങളുടെ മക്കളെ കണ്ട് നിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിന്നിലേക്ക് അടുക്കാൻ എത്തിപ്പെടാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. وسلام على المرسلين والحمد لله رب العالمين.